ഒരുപാട് ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയറോ സാമ്പത്തിക ഭദ്രതയോ അല്ലെങ്കിൽ പ്രണയമോ നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളെ കാന്തം പോലെ ആകർഷിക്കാൻ പോകുന്ന ഏറ്റവും ശക്തമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ രഹസ്യമാണ് യൂണിവേഴ്സ് ലെറ്റർ മെത്തേഡ് അഥവാ പ്രപഞ്ചത്തിനുള്ള കത്ത്. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, എന്നാൽ ഹോളിവുഡ് നടൻ ജിം കാരി തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തനിക്ക് വലിയൊരു തുക പ്രതിഫലം കിട്ടിയതായിട്ട് ഒരു ചെക്ക് സ്വയം എഴുതി പോക്കറ്റിൽ കൊണ്ടു നടന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് ആ തുക ലഭിക്കുക തന്നെ ചെയ്തു. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ എവിടെയോ ഒരു ഊർജമായി നിൽക്കുന്നുണ്ട്. ഈ കത്ത് എപ്പോൾ എഴുതണം, എങ്ങനെ എഴുതണം, എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വികാരങ്ങൾ എന്തൊക്കെയാണ്, എഴുതിയതിന് ശേഷം ഈ കത്ത് എന്ത് ചെയ്യണം തുടങ്ങി ഈ മെത്തേഡിൻ്റെ ഓരോ രഹസ്യവശങ്ങളും 100% വിശ്വസ്തയോടെ കൃത്യമായ നിയമങ്ങളോടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരൊറ്റ സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ പൂർണ്ണ ശ്രദ്ധയോടെ ഈ വീഡിയോ കാണുക. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. കത്തെഴുതാൻ നമുക്ക് ആദ്യം വേണ്ടത് ആരും നിങ്ങളെ ശല്യപ്പെടുത്താത്ത ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പോ അല്ലെങ്കിൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്തോ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ആ സമയങ്ങളിൽ നമ്മുടെ മസ്തിഷ്ക തരംഗങ്ങൾ ആൽഫ സ്റ്റേറ്റിൽ ആയിരിക്കും. അതായത് നമ്മുടെ ഉപബോധ മനസ്സ് വളരെ സജീവമായിരിക്കുന്ന സമയം. കൂടാതെ പ്രശസ്ത ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ലയുടെ 369 എനർജി തിയറി പ്രകാരം ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ രാത്രി 9 മണിക്കോ ഇത് ചെയ്യുന്നത് പ്രപഞ്ചത്തിലേക്കുള്ള കണക്ഷൻ ഇരട്ടിയാക്കും. എഴുതാനിരിക്കുന്നതിന് മുൻപ് കണ്ണുകളടച്ച് 3 തവണ ദീർഘമായി ശ്വാസമെടുക്കുക. നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും ആശങ്കകളും എല്ലാം മാറ്റിവെക്കുക. നിങ്ങളുടെ ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ വലിയ സന്തോഷം മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് വേണ്ടത് ഒരു പുതിയ പേപ്പറോ അല്ലെങ്കിൽ ഒരു നല്ല ഡയറിയോ ആണ്. പേന തിരഞ്ഞെടുക്കുമ്പോൾ ഒരു രഹസ്യമുണ്ട്. നിങ്ങൾ ലക്ഷ്യമിടുന്നത് കരിയർ, വിജയം, ആത്മവിശ്വാസം, വിദ്യാഭ്യാസം എന്നിവയാണെങ്കിൽ നീലമഷിയുള്ള പേന ഉപയോഗിക്കുക. അതല്ല പ്രണയം, വിവാഹം, നല്ല ബന്ധങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യം എന്നിവയാണെങ്കിൽ ചുവപ്പ് മഷിയുള്ള പേന ഉപയോഗിക്കാം. കത്തെഴുതുമ്പോൾ ഫോണിലോ ലാപ്ടോപ്പിലോ ടൈപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതണം. കാരണം നിങ്ങളുടെ വിരൽ തുമ്പുകളിൽ നിന്നുള്ള എനർജി പേനയിലൂടെ പേപ്പറിലേക്ക് പടരുകയാണ് ചെയ്യുന്നത്. ഇതിനെ സൈക്കോളജിയിൽ സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ് പറയുന്നത്. ഇനി നമുക്ക് കത്തെഴുതി തുടങ്ങാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ്: നിങ്ങളുടെ ആഗ്രഹം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒന്നായിട്ടല്ല എഴുതേണ്ടത്. പകരം അതിപ്പോൾ നടന്നു കഴിഞ്ഞു, നിങ്ങളത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് എഴുതേണ്ടത്. കത്തിൻ്റെ തുടക്കത്തിൽ മുകളിൽ തീയതി വെക്കുക. അതിനുശേഷം പ്രപഞ്ചത്തെ അഭിസംബോധന ചെയ്യുക. ഡിയർ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ പേര് വിളിച്ച് തുടങ്ങാം. ആദ്യത്തെ വരി എപ്പോഴും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഉയർന്ന വൈബ്രേഷൻ നന്ദി പറയുന്നതിലാണ്. ഉദാഹരണത്തിന്, എൻ്റെ ജീവിതത്തിൽ നീ തന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഇപ്പോൾ എനിക്ക് തന്ന ഈ വലിയ സന്തോഷത്തിനും ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഇനി നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹത്തിലേക്ക് വരാം. എഴുതുമ്പോൾ വെറും വാക്കുകളാകരുത്, നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളും അതിലുണരണം. നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ എനിക്ക് ഒരു ജോലി തരണമേ എന്നല്ല എഴുതേണ്ടത്. പകരം ഞാൻ ആഗ്രഹിച്ച കമ്പനിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട തസ്തികയിൽ ജോലി ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവതിയാണ്. ആദ്യത്തെ ദിവസം ഓഫീസിൽ കയറിപ്പോയതും എൻ്റെ ക്യാബിനിലിരുന്നതും എൻ്റെ കയ്യിലേക്ക് ഓഫർ ലെറ്റർ തരുമ്പോഴുണ്ടായ ആ പേപ്പറിൻ്റെ മണവും ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. അവിടുത്തെ ശമ്പളവും സഹപ്രവർത്തകരും എല്ലാം എനിക്ക് ഏറെ തൃപ്തി നൽകുന്നു. എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് പ്രപഞ്ചമേ നന്ദി. ഇതുപോലെ എഴുതുക.
എഴുതുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചുണ്ടിൽ ചിരി വരുന്ന തരത്തിലുള്ള വികാരങ്ങൾ ആ വരികളിൽ ഉണ്ടാകണം. ഓപ്ര വിൻഫ്രെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. കത്തിൻ്റെ അവസാനം വീണ്ടും 3 തവണ നന്ദി 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 എന്ന് എഴുതി നിങ്ങളുടെ പേര് വെച്ച് ഒപ്പിടുക. ഇനി പലർക്കുമുള്ള വലിയ സംശയമാണ് ഈ കത്ത് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന്. ഇതിനെ ലെറ്റിംഗ് ഗോ അഥവാ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയും. കത്തെഴുതി കഴിഞ്ഞാൽ അത് മടക്കി നിങ്ങളുടെ ഡയറിയിലോ അല്ലെങ്കിൽ ആരും കാണാത്ത സുരക്ഷിതമായ ഇടത്തോ വെക്കുക. ചിലർ ഇത് തലാണിയുടെ അടയിൽ വെക്കാറുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ആഗ്രഹം പ്രപഞ്ചത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അത് കൃത്യസമയത്ത് എന്നിലേക്ക് എത്തുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ആ ചിന്തയെ അവിടെ വിടുക. ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒരു സാധനം വീട്ടിലെത്തുമെന്ന് നമുക്ക് 100% ഉറപ്പുള്ളതുപോലെ ഈ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. പിന്നീട് എപ്പോഴാണ് നടക്കുക, എങ്ങനെയാണ് നടക്കുക എന്നോർത്ത് സംശയിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്യരുത്. സംശയം നിങ്ങളുടെ ആകർഷണ ശക്തിയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിതയ്ക്കുന്ന വിത്ത് മുളയ്ക്കാൻ അതിൻ്റെതായ സമയമെടുക്കും. അതുപോലെ തന്നെയാണ് പ്രപഞ്ചവും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എഴുതിയ ആ കത്തിലെ വരികൾ പ്രപഞ്ചം സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കത്തെഴുതിയ ആ സന്തോഷത്തിൽ പോസിറ്റീവായ ചിന്തകളോടെ നിങ്ങളുടെ ദൈനംദിന ജോലികൾ ചെയ്യുക എന്നതാണ്. സംശയങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. ഈ പ്രപഞ്ചം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അത് നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങൾ കൊടുക്കുന്നത് വിശ്വാസമാണെങ്കിൽ തിരിച്ചു കിട്ടുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരിക്കും. ഇന്ന് തന്നെ പ്രപഞ്ചത്തിന് നിങ്ങളുടെ ആദ്യത്തെ കത്ത് എഴുതാൻ തയ്യാറെടുക്കൂ. നിങ്ങൾ ഈ കത്ത് എഴുതാൻ പോകുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഐ ആം റെഡി ടു റിസീവ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ ആദ്യ ചുവടുവെപ്പായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വലിയ അത്ഭുതത്തിനായി കാത്തിരിക്കൂ. കത്തെഴുതി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അത്ഭുതകരമായ അറിവുമായി വീണ്ടും കാണാം. നന്ദി.